നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിന്റെ കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവ്. വിജിലിന്റേതെന്ന് കരുതുന്ന അസ്ഥി കണ്ടെത്തിയിരിക്കുകയാണ്. നിർണായക കണ്ടെത്തലാണ് സംഭവിച്ചിരിക്കുന്നത്. അസ്ഥി കണ്ടെത്തിയത് സരോവരത്തെ ചതുപ്പിൽ നടത്തിയ പരിശോധനയിലാണ്. മൃതദേഹം കെട്ടിത്താഴ്ത്തിയ കല്ലും അസ്ഥി ഉൾപ്പെടുന്ന മൃതദേഹ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. നേരത്തെ സുഹൃത്തുക്കൾ കുഴിച്ചുമൂടിയ വിജിലിന്റെ ഷൂ തിരച്ചിലിൽ കണ്ടെത്തി. കോഴിക്കോട് സരോവരം പാർക്കിന് സമീപമുള്ള ചതുപ്പിലായിരുന്നു പരിശോധന. വെസ്റ്റ് ഹിൽ സ്വദേശി വിജിലിന്റെ വുഡ്ലാൻഡ് ഷൂ ചതുപ്പിൽ നിന്ന് എലത്തൂർ പോലീസാണ് കണ്ടെത്തിയത്. ഷൂ വിജിലിന്റേതാണെന്ന് 2 പ്രതികളും സമ്മതിക്കുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച സരോവരം പാർക്കിനോട് ചേർന്ന് ചതുപ്പ് നിലത്ത് വെള്ളം വറ്റിച്ച് മണ്ണ് നീക്കിയും പരിശോധന നടത്തി. പക്ഷെ അന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് നിർണായകമായി അസ്ഥി കണ്ടെത്തിയിരിക്കുകയാണ്. മഴയെ തുടർന്ന് അന്നത്തെ ആ ഒരു തിരച്ചിൽ ചതുപ്പിൽ 2 മീറ്റർ പൊക്കത്തിൽ ജലനിരപ്പ് ഉയർന്നതോടെ തിരച്ചിൽ നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ടെത്തിയ ഷൂ എന്തായാലും വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഫോറൻസിക് പരിശോധനയിലൂടെ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഈ വിജിലിനെ 2019 മാർച്ചിലാണ് കാണാതായത്. തുടർന്ന് വിജിലിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ലഹരി ഉപയോഗത്തിനിടെ വിജിൽ മരിച്ചെന്നും പിന്നീട് സരോവരത്ത് ചതുപ്പിൽ മൃതദേഹം കെട്ടിത്താഴ്ത്തിയെന്നുമായിരുന്നു വിജിലിനൊപ്പം ഉണ്ടായിരുന്ന പ്രതികൾ, അതായത് വിജിലിനെ കൊലപ്പെടുത്തിയ പ്രതികൾ നൽകിയ മൊഴി. നിലവിൽ ചില പ്രതികൾ പിടിയിലായിട്ടുണ്ട്. ഒരാൾ കൂടി പിടിയിലാവാനുണ്ട്. 6 വർഷം മുമ്പ് കാണാതായതായിരുന്നു വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിന്റേതെന്ന് കരുതുന്ന മൃതദേഹ അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം ചതുപ്പിൽ കല്ലിൽ കെട്ടി താഴ്ത്തിയെന്ന് സുഹൃത്തുക്കൾ തന്നെയാണ് പോലീസിന് മൊഴി നൽകിയത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രദേശത്ത് പരിശോധന നടത്തിയത്. പ്രോക്ലൈനർ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലായിരുന്നു അസ്ഥി കണ്ടെത്തിയത്. വിജിലിന്റെ അസ്ഥിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അമിത ലഹരി ഉപയോഗത്തെ തുടർന്ന് വിജിലിന്റെ മൃതദേഹം സുഹൃത്തുക്കളായ നിഖിൽ, ദീപേഷ്, രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ചെളിയിൽ താഴ്ത്തുകയായിരുന്നുവെന്നാണ് മൊഴി. മൃതദേഹം കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകൾ രാവിലെ തന്നെ കണ്ടെത്തി. തുടർന്നുള്ള പരിശോധനയിൽ അസ്ഥിഭാഗവും കണ്ടെത്തി. മൃതദേഹ അവശിഷ്ടങ്ങൾക്കായി വ്യാഴവും സരോവരത്തെ ചതുപ്പിൽ തിരച്ചിൽ നടത്തിയിരുന്നു. 2 ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് 10 മീറ്റർ നീളവും 3.5 മീറ്റർ ആഴവുമുള്ള ചതുപ്പിൽ നിന്ന് ചെളി കോരിയെടുത്തത്. കരയിലേക്ക് മാറ്റിയിടുന്ന ചെടിയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്നാണ് പരിശോധിച്ചത്. കടാവർ നായകളെ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തിയിരുന്നു. എന്നാൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. തിരച്ചിലിനിടെ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ വുഡ്ലാൻഡ് കമ്പനിയുടെ ഷൂ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. എത്ര വർഷം പഴക്കമുള്ള ഷൂ ആണെന്നതും വെള്ളത്തിൽ എത്ര വർഷത്തോളം കിടന്നിട്ടുണ്ട്, ഉപയോഗിക്കുന്ന ആളുടെ കാലിന്റെ അളവ്, ഇതെല്ലാം ഫോറൻസിക് പരിശോധനയിലൂടെ കണ്ടെത്താൻ സാധിക്കും. എന്തായാലും പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാറായി. 7ാം ദിവസത്തെ തിരച്ചിലാണ് മൃതദേഹ അവശിഷ്ടം കണ്ടെത്തിയത്. വിജിലിന്റേതെന്ന് കരുതുന്ന ഷൂ കിട്ടിയത് അത് ഈ കേസിൽ നിർണായകമായി മാറുന്നുണ്ട്. പ്രതികളായ നിഖിലിന്റെയും ദീപേഷിന്റെയും കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ നിർണായകമായ കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയം. ഇടത്തെ കാലിൽ ധരിക്കുന്ന ഷൂ ആണ് 6 മീറ്ററോളം താഴ്ചയിൽ നിന്ന് കിട്ടിയത്. വിജിലിനെ ചവിട്ടിത്താഴ്ത്തിയെന്ന് പ്രതികൾ കുറ്റസമ്മത മൊഴിയിൽ പറഞ്ഞ സ്ഥലത്തിന് സമീപത്ത് നിന്നാണ് ഷൂ കണ്ടെത്തിയതെന്നതും നിർണായകം. വിജിലിന്റെ സുഹൃത്തുക്കളായ നിഖിൽ, ദീപേഷ്, രഞ്ജിത്താണ് കേസിലെ പ്രതികൾ. വിജിലിന്റെ ബൈക്ക് നേരത്തെ കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും കണ്ടെത്തിയിരുന്നു. 6 വർഷം മുൻപാണ് മകനെ കാണാനില്ലെന്ന് കാണിച്ച് പിതാവ് വിജയൻ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ സൂചനകളൊന്നും കിട്ടിയില്ല. പിന്നീട് പോലീസിന് കിട്ടിയ ചില നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറംലോകത്തേക്ക് വരുന്നത്. അമിത ലഹരി ഉപയോഗം, അതിനുശേഷം വിജിലിന്റെ ബോധം നഷ്ടപ്പെടുന്നു, ശേഷം സുഹൃത്തുക്കൾ ചേർന്ന് ഉപേക്ഷിച്ചു പോകുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചെത്തി നോക്കുമ്പോൾ വിജിലിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കുഴിച്ചിടുകയായിരുന്നു എന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. എന്തായാലും വിജിലിന്റെ സുഹൃത്തുക്കളായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, പൂവാട്ടുപറമ്പ് സ്വദേശി ദീപേഷ് എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായത്. ഇനി ഒരാളെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രതികളുമായി എത്തി സരോവരം ഭാഗത്തടക്കം പോലീസ് നേരത്തെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇപ്പോൾ കാര്യമായി നടത്തിയ തെരച്ചിലാണ് അസ്ഥി കണ്ടെത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വെസ്റ്റ് ഹിൽ ചുങ്കം വേലത്തിപ്പടിക്കൽ വീട്ടിലേക്ക് ഇനി വിജിൽ തിരിച്ചെത്തില്ല എന്ന വിഷമം അച്ഛൻ വിജയന്റെയും അമ്മ വസന്തയുടെയും ഒരു വലിയൊരു വിഷമമായി മാറിയിരിക്കുന്നു. അവരുടെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനാണ് അവസാനം കുറിച്ചിരിക്കുന്നത്. 2019 മാർച്ച് 24 രാവിലെ 11:00 പ്രഭാത ഭക്ഷണത്തിന് ശേഷമാണ് വിജിൽ സ്വന്തം ബൈക്കിൽ നിന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഉച്ചയ്ക്ക് ഊണിനെത്താമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയ വിജിലിന് അമ്മ ഭക്ഷണം വിളമ്പി കാത്തിരുന്നു. പക്ഷേ മകൻ എത്തിയില്ല. രാത്രിയായിട്ടും കാണുന്നില്ല. ഇതോടെ സുഹൃത്തുക്കളെ വിളിച്ച് അന്വേഷിച്ചു. പക്ഷേ അവരാരും ഒന്നും പറയുന്നില്ല.
അവർക്കും അറിയില്ല എന്ന മറുപടിയാണ് മാതാപിതാക്കൾക്ക് കിട്ടിയത്. പിന്നീട് എലത്തൂർ പോലീസിൽ പരാതി നൽകുന്നു. അന്ന് ഒപ്പമുണ്ടായിരുന്ന ഇപ്പോൾ പ്രതികളായ 3 സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നു. വിജിൽ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു അമ്മ, അച്ഛൻ, സഹോദരൻ അടങ്ങിയവർ കഴിഞ്ഞിരുന്നത്. നിരന്തരം എലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തി മകനെക്കുറിച്ച് വിവരമുണ്ടോ എന്ന് വിജയൻ അന്വേഷിച്ചിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെ അച്ഛൻ വിജയനും എലത്തൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. പ്രതികളെ പിടികൂടിയതോടെ വിവരങ്ങൾ ചോദിച്ചറിയാൻ പോലീസ് വിളിച്ചു വരുത്തിയതായിരുന്നുവെങ്കിലും വിജിലിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു ആ പിതാവ് എത്തിയത്. എന്നും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളാണ് കൊലപാതകത്തിന് പിറകിലെന്നറിഞ്ഞപ്പോൾ കുടുംബത്തിനാകെ ഞെട്ടലായി. വിജിൽ അമിതമായ അളവിൽ ലഹരി കുത്തിവെച്ചതിനെ തുടർന്ന് മരിച്ചതാണെന്നും മൃതദേഹം കോഴിക്കോട് നഗരത്തിലെ സരോവരം പാർക്കിന് സമീപത്തെ ചതുപ്പിൽ കെട്ടിത്താഴ്ത്തിയെന്നും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തിയതോടെ കുടുംബത്തിനൊന്നാകെ അതൊരു നടുക്കമായി മാറി. 6 മാസം മുൻപ് കോഴിക്കോട് കമ്മീഷണർ നാരായണൻ വിജിലിന്റെ തിരോധാന കേസ് എലത്തൂർ ഇൻസ്പെക്ടർ KR രഞ്ജിത്തിനോട് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകി. മുൻപ് അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തിയ പ്രതികളുടെ മൊഴിയും പിന്നീട് പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയ മൊഴിയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് പ്രതികളെ കുടുക്കിയത്. എലത്തൂർ SI VT ഹരീഷ് കുമാർ, SIമാരായ PK സുരേഷ്, C അജിത്, CPOമാരായ വൈശാഖ്, പ്രശാന്ത്, മധുസൂദനൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. വിജിലിന്റെ മൃതദേഹം ചതുപ്പിൽ താഴ്ത്തിയ പ്രതികൾ മാസങ്ങൾക്ക് ശേഷം സംഭവ സ്ഥലത്തെത്തി അഴുകിയ ശരീരത്തിൽ നിന്നും എല്ലുകൾ എടുത്തു. 8 മാസത്തിന് ശേഷം എത്തിയാണ് മൃതശരീരത്തിൽ നിന്ന് എല്ലെടുത്ത് കടലിൽ ഒഴുക്കിയതെന്ന് പ്രതികളുടെ മൊഴി. 6 വർഷം മുമ്പ് വിജിലിനെ കാണാതായെന്ന പരാതിയിൽ അന്വേഷണം നടത്തിയെങ്കിലും 3 മാസം മുൻപാണ് കേസിൽ വഴിത്തിരിവുണ്ടായത്. 3 പ്രതികളുടെ സുഹൃത്തുക്കളെ പോലീസ് കണ്ടെത്തി രഹസ്യമായി പ്രതികളുടെ നീക്കവും അന്നത്തെ കഥകളും ചോദിച്ചറിഞ്ഞു. തുടർന്ന് സൂചന കിട്ടിയ സാഹചര്യത്തിൽ വീണ്ടും പ്രതികളെ ചോദ്യം ചെയ്യൽ. ദീപേഷിൽ നിന്ന് കിട്ടിയ ഒരു സൂചനയാണ് കൊലപാതകത്തിന്റെ ചുരുളടിച്ചത്. ദീപേഷ് മനസ്സിലൊളിപ്പിച്ച വിവരങ്ങൾ പോലീസ് ഒരു മെന്റലിസ്റ്റിനെ പോലെ വിശദീകരിച്ചു നൽകി. ഇതോടെ ദീപേഷിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെയായി. തുടർന്നുള്ള കഥ ദീപേഷ് പറഞ്ഞു. പിന്നീട് KK നിഖിലിനൊപ്പം ദീപേഷിനെയും ചോദ്യം ചെയ്തു. കേസുകളിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ ജില്ലയിലെ വിവിധ സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള പരാതിയിൽ പോലീസ് കണ്ടെത്തിയത് 98 പേരെയാണ്. കഴിഞ്ഞ 3 മുതൽ 6 വർഷത്തിനുള്ളിൽ പോലീസ് സിറ്റി ജില്ലാ പരിധിയിൽ കണ്ടെത്താനുള്ളത് പഴയ കേസുകളിൽ 3 പേരെ മാത്രം. നിലവിൽ കാണാതാകുന്ന പരാതികളിൽ ഒരാഴ്ച അന്വേഷണം നടത്തി ഫയൽ സൂക്ഷിക്കുന്ന രീതിയിൽ നിന്നും മാറി അതത് പോലീസ് സ്റ്റേഷനിൽ ഇത്തരം പരാതിയിൽ കേസ് അന്വേഷിക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്ന സംവിധാനം നടപ്പാക്കിയതോടെയാണ് പലരെയും കണ്ടെത്താനായത്. 6 മാസത്തിനിടയിൽ വർഷങ്ങൾക്ക് മുൻപ് കാണാതായ 3 പേരിൽ 2 പേരെയും കണ്ടെത്തിയത് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അതത് പോലീസ് സ്റ്റേഷനിൽ രൂപീകരിച്ച ഈ ഒരു സ്പെഷ്യൽ അന്വേഷണ സംഘമാണ്. വയനാട് സ്വദേശി ഹേമചന്ദ്രൻ, ചുങ്കം വെസ്റ്റ് ഹിൽ സ്വദേശി വിജിൽ എന്നിവരുടെ തിരോധാന കേസിൽ മെഡിക്കൽ കോളേജ് പോലീസും എലത്തൂർ പോലീസും തുമ്പുണ്ടാക്കിയതും അതത് പോലീസ് സ്റ്റേഷനിലെ പ്രത്യേക അന്വേഷണ സംഘം വഴിയാണ്. 2019 മാർച്ച് 24 വെസ്റ്റ് ഹിൽ ചുങ്കം സ്വദേശി വിജിലിനെ കാണാതായ സംഭവത്തിൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ സുരേഷ്, വൈശാഖ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് സൂചന കിട്ടിയത്. എന്തായാലും നിർണായകമായ ഒരു കേസായിരുന്നു. ആ കേസിൽ ഏതാണ്ട് അതായത് ആ മാതാപിതാക്കളും സഹോദരനും പ്രതീക്ഷയോടെ 6 വർഷം വിജിൽ തിരിച്ചെത്തും, ജീവനോടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ആ മാതാപിതാക്കളായിരുന്നു. പക്ഷേ കൂടെ നടന്ന സുഹൃത്തുക്കൾ തന്നെ അവൻ്റെ മരണത്തിന് പിന്നിലുണ്ട് എന്ന വിവരം ആ കുടുംബത്തെ ഒന്നാകെ തളർത്തിയിരിക്കുകയാണ്. മാത്രമല്ല ആ മകൻ ഇനിയും തിരിച്ചു വരില്ല എന്ന വിവരവും ആ കുടുംബത്തിന് ഉൾക്കൊള്ളാനാകുന്നില്ല. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. വരും മണിക്കൂറുകളിൽ കൃത്യമായ വിവരം കിട്ടുമെന്ന് തന്നെയാണ് കരുതുന്നത്. പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ പറയുന്നത് അമിതമായി മരുന്ന് കുത്തിവെച്ച് മരിച്ചു എന്നാണ്. പിന്നീട് മരിച്ച നിലയിൽ കണ്ടതുകൊണ്ട് ഞങ്ങൾ കുഴിച്ചിട്ടു എന്നാണ്. മറ്റെന്തെങ്കിലും ഉണ്ടോ, മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, കൂടുതൽ വിവരങ്ങളൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഒരു പ്രതിയെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.